ചോയ്സ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പേരൻസിന് വേണമെങ്കിൽ നിയമസഭയ്ക്കകത്ത് മാത്രമല്ല മന്ത്രിമാരുടെ വീട്ടിൽ വരെ പോകാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉള്ള ആളുകളാണ്. അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വേണമെങ്കിലും സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി ശേഷിയുള്ളവരുടെ മക്കൾ തന്നെയാണ് ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നത് എന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം സമ്പന്നരുടെ സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ സംസാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം സമ്പന്നരുമായിട്ട് മാത്രമാണ് ഇദ്ദേഹം സൗഹൃദം ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ബിടെക് കോളേജുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതി അടിയന്തരമായിട്ട് തന്നെ വെക്കണം. അതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് ഇത്ര ആവശ്യമില്ല. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ കൂടുതലും പുറത്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല ഭാഷ സംസാരിക്കുന്നവരാക്കി ആദ്യം മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ടെക്നോളജി ഗ്ലോബലി മാറിയിട്ടുള്ള അതനുസരിച്ചുള്ള ടെക്നോളജി നമ്മുടെ സിലബസുകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എല്ലാവരും പറയുന്നത് ഇതൊക്കെ അപ്ഡേറ്റഡ് ആണ്, പക്ഷെ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് സത്യം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു വീഡിയോ ഉണ്ട്. അതായത് പത്തനംതിട്ട തിരുവല്ലയിലെ ചോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിയമസഭ സന്ദർശിക്കുന്ന അതിൻ്റെ ഒരു വീഡിയോ ആണ്. രസകരമായൊരു വീഡിയോ, നമുക്ക് കാണാം, കണ്ടിരിക്കാൻ രസമുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മിശ്ര അഭിപ്രായങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന്, മുൻ സർക്കാരിനെ കളിയാക്കിക്കൊണ്ടുള്ള കുറേ സാധനങ്ങൾ. അതിനൊപ്പം വരുന്ന ചില കമൻറ്റുകളിൽ പറയുന്നത് ഇതൊരു പെയ്ഡ്, അതായത് PR വർക്ക് പോലത്തെ ഒരു പരിപാടിയാണ്. അതായത് ഇവരുദ്ദേശിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു എന്നൊരു ആരോപണം ഇതിന് താഴെ വരുന്ന കമൻറ്റുകളുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു വീഡിയോ എന്നൊക്കെ പറയുമ്പോഴും ഇതിലെവിടെയെങ്കിലും ചെറിയൊരു ഔചിത്യക്കുറവുണ്ടോ? അതായത് റോജി എം ജോൺ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് വന്നപ്പോൾ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം JN യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, അതിലൊക്കെ ഉപരി കണ്ണൂരിലെ ഒരു മലയോര ഗ്രാമത്തിൽ മലകൾ കയറി ഇറങ്ങി സ്കൂളിൽ പോയി പഠിച്ച ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനിച്ച ഒരു മന്ത്രി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാൻ സാധിക്കും. ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അങ്കമാലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിലും ഒരുപാട് മലയോര പ്രദേശങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഏതെന്ന് പറഞ്ഞാൽ മലയാറ്റൂർ മല ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തെ MLA കൂടിയാണ് ഇദ്ദേഹം. നമുക്ക് ആ വീഡിയോ ഇത് കണ്ടു നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം Sir, how do you believe that we can change Kerala into a place where migration is not a necessity but rather a choice? You raised a very valid question, and this is one issue that Kerala is facing today. We see a lot of students going abroad after 12. How many of you go abroad after year 12? most of it. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം അതൊക്കെയാണോ, നിയമസഭയിലൊക്കെ വരാം, അമ്പത്തേക്കാവോ മന്ത്രിയൊക്കെയാവോ, അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ആയിരുന്നു നോക്കാം. All your wish, you have to decide what you want to do. Okay? Thank you. Bye-bye. Yeah. ഈ വീഡിയോയ്ക്കെതിരെ ഒരു വിമർശനവുമായിട്ട് വരുന്നതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ചോയ്സ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പേരൻസിന് വേണമെങ്കിൽ നിയമസഭയ്ക്കകത്ത് മാത്രമല്ല മന്ത്രിമാരുടെ വീട്ടിൽ വരെ പോകാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉള്ള ആളുകളാണ്. അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വേണമെങ്കിലും സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി ശേഷിയുള്ളവരുടെ മക്കൾ തന്നെയാണ് ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നത് എന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും വലിയ ഫീസാണ് ചോയ്സ് സ്കൂളിൽ വാങ്ങിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. നിസ്സാരമായിട്ട് നമ്മളതിനെ തള്ളിക്കളയാനൊന്നുമില്ല. ചോയ്സ് സ്കൂൾ കേരളത്തിലെ അറിയപ്പെടുന്ന നല്ല സ്കൂളുകളിലൊന്നാണ്. പക്ഷേ തിരുവല്ല പോലുള്ള ഒരു സ്ഥലത്ത് ഉള്ള ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നത് അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. റോജി എം ജോൺ ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന് പകരമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ പെട്ടിട്ടുള്ള മൂക്കന്നൂരെയോ അല്ലെങ്കിൽ മഞ്ഞപ്രയിലെയോ കാലടി പ്ലാന്റേഷനിലെയോ മലയാറ്റൂരെയോ അല്ലെങ്കിൽ കാലടിയിലെയോ ഒക്കെ ഏതെങ്കിലും ഒരു സ്കൂളിലെ കുട്ടികളെ നിയമസഭ കാണിക്കുന്നതിൻ്റെ ഒരു വീഡിയോ പ്ലേസ് ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പഠിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണൂരുള്ള മലയോര പ്രദേശത്തെ ഏതെങ്കിലും ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നത്, അത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാകുമായിരുന്നു.
ഈ വിദ്യാർത്ഥികൾക്കും നിയമസഭ കാണാനായിട്ടുള്ള അവകാശം ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ഒരു ഔചിത്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം സമ്പന്നരുടെ സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ സംസാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം സമ്പന്നരുമായിട്ട് മാത്രമാണ് ഇദ്ദേഹം സൗഹൃദം ആഗ്രഹിക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയും എനിക്ക് എല്ലാവരും വേണ്ടേ എന്നൊക്കെയുള്ള ഡയലോഗ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷയം ഇത് മാത്രമല്ല. ഈ റീൽസുകളൊക്കെ മന്ത്രി റോജി എം ജോൺ ഇനി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം റീൽസുകൾ കുറച്ച് ഇനി ക്രിയേറ്റീവായിട്ടുള്ള കുറേയധികം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് കേരളത്തിലേത് എന്ന് നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് കേരള, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ്, AVJ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കേരള യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ഡയറക്ടറേറ്റ് ഓഫ് കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, സെന്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് കേരള, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള. ഇത്രയും സ്ഥാപനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ റീൽസ് ഇട്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഇതാണ് ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇതൊന്നും അല്ല റോജി എം ജോൺ എന്ന മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. റോജി എം ജോൺ എന്ന മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 140 മുതൽ 170 വരുന്ന സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളും മാനേജ്മെൻറ്റ് കോളേജുകളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ സിലബസുകളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് തന്നെ ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ NCERT പോലെ തന്നെ SCERT എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജ് സാറോടുള്ള ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. കേരളത്തിലെ BTech കോളേജുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതി അടിയന്തരമായിട്ട് തന്നെ വെക്കണം. അതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് ഇത്രയും ആവശ്യമില്ല. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ കൂടുതലും പുറത്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പുറത്തു പോയിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് ഈ പൂട്ടാൻ പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കെട്ടിടങ്ങളും അവരുടെ ക്യാമ്പസുകളും ഏത് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കാര്യഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൂടാതെ ഇതിനെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊജക്റ്റുമായിട്ട് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകളെ ക്ലബ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അല്ലെങ്കിൽ അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ട സമയമായി. പുതിയ ഇന്നോവേഷൻസിലേക്ക് കടക്കേണ്ട സമയമായി. അപ്പോൾ ആ ഇന്നോവേഷൻസിലേക്ക് കടക്കേണ്ട സമയത്ത് അതായത് പാഠ്യപദ്ധതി ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു സിലബസ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം വിദ്യാർത്ഥി നേതാക്കളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യം വിദ്യാർത്ഥി നേതാക്കന്മാരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. എനിക്കത് കഴിഞ്ഞ ദിവസം SFI ഒക്കെ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വിദ്യാഭ്യാസ സെമിനാർ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെയുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസുകളെക്കുറിച്ചും ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ധാരണ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഓൾറെഡി ഒരു 20 കൊല്ലം മുന്നത്തെ കരിക്കുലം സിലബസ് ഒക്കെയാണ് ഇപ്പോഴും ഫോളോ. തീർച്ചയായിട്ടും BTechന്റെ പ്രശ്നം അതാണ്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നല്ലോ, കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ BTechകാർക്ക് ജോലി കിട്ടുന്നു, ഒരു കാരണവശാലും കിട്ടത്തില്ല. അത് നമ്മൾ മറ്റൊരു ചർച്ചയിലും പറഞ്ഞ കാര്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല ഭാഷ സംസാരിക്കുന്നവരാക്കി ആദ്യം മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ടെക്നോളജി ഗ്ലോബലി മാറിയിട്ടുള്ള അതനുസരിച്ചുള്ള ടെക്നോളജി നമ്മുടെ സിലബസുകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എല്ലാവരും പറയുന്നത് ഇതൊക്കെ അപ്ഡേറ്റഡ് ആണെന്ന്, പക്ഷേ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇന്നലെ കൂടി ഒരു BTech കോളേജിൻ്റെ പ്രൊഫസറുമായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം വരെ പറയുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂണിവേഴ്സിറ്റിയെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് അത് RSS നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി BTechന്റെ സബ്ജക്റ്റുകളിലും ഇനിയിപ്പോൾ ജോത്സ്യം ആഡ് ചെയ്യണമോ എന്ന് പറയുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നേരിലാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഉള്ളതെന്ന് മനസ്സിലാക്കുക.
അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് തന്നെ റോജി എം ജോൺ ഇടപെടേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന സിലബസുകളുടെ അപ്ഡേഷനാണ്. ഹയർ സ്റ്റഡീസിൻ്റെ അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. മറിച്ച് നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആക്ഷൻസ് ഒരിടത്തും കാണാനില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം, പക്ഷെ ആരും മെനക്കെടാൻ തയ്യാറല്ല. സത്യത്തിൽ ഇത് വലിയൊരു പ്രോസസ്സാണ്, കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്ന നല്ല എഫേർട്ട് വേണ്ട ഒരു പ്രോസസ്സ്. പക്ഷേ റോജി എം ജോണിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറയട്ടെ, ചരിത്രത്തിൽ അദ്ദേഹം സ്ഥാനം പിടിക്കൂലേ? ഇതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ മുണ്ടശ്ശേരി മാഷിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ലേ? നമ്മളുടെ എല്ലാം മനസ്സിലുള്ള കേരളത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുണ്ടശ്ശേരി മാഷാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കത്തില്ലേ? മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നത്, ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിടെക് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരുമായിട്ട് വലിയ രീതിയിലുള്ള ഫൈറ്റിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരും, വലിയ രീതിയിലുള്ള ഫൈറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ ABVP പോലെയുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള സമരവുമായിട്ട് രംഗത്ത് വന്നു വരും. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ചർച്ചകൾ ഇട്ട് കൊടുക്കണം. ചർച്ചകൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്താണ്? ഏറ്റവും ആദ്യത്തെ ചോദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ട് ബിടെക് വിദ്യാർത്ഥികൾക്കും MBA വിദ്യാർത്ഥികൾക്കും നമ്മുടെ സംസ്ഥാനത്ത് ജോലി ലഭിക്കുന്നില്ല? അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കൂ. ഏതെങ്കിലും 10 കോളേജുകളിലെ റാൻഡംലി 10 കോളേജുകളിലെ പ്രൊഫസർമാരെ വിളിച്ചിരുത്തി മുമ്പിലിരുത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ കോളേജുകളിലെ പ്ലേസ്മെൻറ്റ് ഓഫീസറെ വിളിച്ചിരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാര്യം പറഞ്ഞു തരും. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും വർക്ക് ചെയ്യുന്ന ബിടെക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ 2-3 കമ്പനികളെ വിളിച്ചിരുത്തിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെ സ്വകാര്യ മാനേജ്മെൻറ്റ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ബിടെക് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി നൽകുന്നില്ല എന്ന ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെ ന്യൂനതകളാണ് നമ്മുടെ കേരളത്തിലെ സ്വകാര്യ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ളത് എന്ന്. അറിവും മാർക്കും പോരല്ലോ, അത്യാവശ്യം പ്രായോഗിക പരിജ്ഞാനം കൂടി വേണം. പ്രായോഗിക പരിജ്ഞാനത്തോടൊപ്പം തന്നെ വേണ്ട ഒന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സിലബസ് എന്ന് പറയുന്നത്. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കണം. അതങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ പൊതുബോധത്തിൽ കുറേ ബുദ്ധിമാന്മാരുണ്ട് കേരളത്തിൽ. ഇപ്പോൾ റെയിൽവേ വരികയാണെങ്കിൽ അതിനകത്ത് E. ശ്രീധരൻ്റെ അഭിപ്രായം മാത്രമേ കേരളത്തിൽ മാനിക്കപ്പെടത്തുള്ളൂ. വേറെ അതിനെതിരായിട്ട് ആരെങ്കിലും ഒരാൾ പുതിയൊരു ആശയവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ എതിർക്കപ്പെടും. E. ശ്രീധരൻ പറഞ്ഞോ കേരളത്തിലെ എല്ലാവരും വിശ്വസിക്കും. E. ശ്രീധരൻ പറയുകയാണ് ഇപ്പോൾ നാളെ പൊട്ടിപ്പൊളിയുന്നൊരു ട്രെയിൻ പദ്ധതിയെ കുറിച്ച് വരികയാണെന്ന് വിചാരിച്ചു. E. ശ്രീധരൻ എന്ന അദ്ദേഹം നിസ്സാരക്കാരനെന്ന് ഞാൻ പറയുന്നില്ല, വളരെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഒരു പ്രൊഫഷനിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി തന്നെയാണ്, റെസ്പെക്റ്റോടുകൂടി തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളി മുഴുവൻ കേൾക്കും. ഈ ചില പോലീസ് ഓഫീസർമാർ അന്വേഷിച്ചാൽ ആ കേസ് തെളിയും എന്നുള്ളൊരു പൊതുബോധം നമ്മുടെ മനസ്സിലില്ലേ? അല്ലെങ്കിൽ CBI അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസ് തെളിയുകയുള്ളൂ എന്ന രീതിയിലുള്ള ചില പൊതുബോധം നമ്മുടെ മനസ്സിലില്ലേ? എന്ന് പറഞ്ഞ പോലെ മലയാളികൾക്കിടയിൽ ചില പൊതുബോധമുണ്ട്. അങ്ങനെയുള്ള ചില വിദ്യാഭ്യാസ വിചക്ഷണർ ഇവിടെയുണ്ട്. അവരിന്നും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഈ ഗൂഗിൾ സെർച്ചിലും മാത്രം ഇരിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും അസൈൻമെന്റ് എഴുതി കൊടുത്താൽ മാത്രം നോക്കുന്ന ടീച്ചർമാരുള്ള കാലഘട്ടം. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ടീച്ചേഴ്സിലേക്ക് ഇറങ്ങണം. ഈ ടീച്ചേഴ്സിന് ആനുവലി കൊടുക്കുന്ന ട്രെയിനിങ് ടീച്ചേഴ്സിൽ പലരും ഇപ്പോൾ സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഞാനത് പല വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ടീച്ചിങ് പ്രൊഫഷനിൽ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിടെക് കഴിഞ്ഞിട്ട് അവർക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. MBA കഴിഞ്ഞവർക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു വിദഗ്ധ സമിതിയെ വെച്ച്, അതായത് ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറിവ് കൊണ്ടുവരാതെ ലോകം കണ്ട് പരിചയമുള്ള ആളുകളെ വിളിച്ചിരുത്തി ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കുക. അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മലയാള മനോരമയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന, കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കരിയർ ഗുരു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണത്. ടെക്നോളജി എങ്ങനെ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യം. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പ്രചരിപ്പിക്കുന്നത് അറിയാമോ? കാരണം മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും വേണ്ടിയിട്ട് കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്നവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ കരിയർ ഗുരുക്കളെന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അവരൊന്നും അല്ല. അവരെ സംബന്ധിച്ചിട്ട് അവർ പല കോഴ്സുകളുടെയും ഏജൻറ്റുമാരാണ്. അതായത് ഞാൻ പണ്ട് ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എനിക്കൊന്ന് 20 വർഷം മുമ്പ് കണ്ടാണ്. അന്ന് ബിടെക് ഒക്കെ ഭയങ്കര ഇതായിട്ട് വരുന്ന സമയമാണ്.
അപ്പോൾ ആ സമയത്ത് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ഇത് ഭയങ്കരമായിട്ട് ഇതാകും. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് ലക്ഷക്കണക്കിന് വേക്കൻസീസ് വരും. ആ ലക്ഷക്കണക്കിന് വേക്കൻസീസ് അത് MLM ബിസിനസ്സിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതേ രീതിയിൽ വിശദീകരിച്ച് പോകുന്നൊരു കരിയർ ഗൈഡൻസ് ക്ലാസ്. ആ ക്ലാസ്സിൽ അന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കൈവക്കിയിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം പിന്നീട് ആ പുള്ളിക്കാരൻ ഇങ്ങനൊരു കണ്ണുമിഴിച്ചൊരു നോട്ടം നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുത്. കാരണം വിഡ്ഢിത്തരം വിളമ്പുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മൾ കുമ്പിട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റോജി എം ജോൺ അടിയന്തരമായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുപോയിക്കോ, അത് ഈ പാവപ്പെട്ടവൻ്റെ കുട്ടികളെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. അതിനൊരു വിമർശനമായിട്ട് കാണരുത്. പക്ഷേ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ആ കുട്ടിയുടെ പ്രൊനൗൺസിയേഷനോ നിങ്ങളുടെ പ്രൊനൗൺസിയേഷനോ മോശമാണെന്ന് ആരും കരുതുന്നില്ല. നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആരും ചോദ്യം ചെയ്യുന്നുമില്ല. കാരണം വളരെ ഭംഗിയായിട്ട് താങ്കൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇനി വേണ്ടത് എക്സിക്യൂഷനാണ്. ആ എക്സിക്യൂഷനിലേക്കും പ്ലാനിങ്ങിലേക്കും പോകൂ. മറിച്ച് അതല്ലാതെ ഏതെങ്കിലും കുറേയധികം ചാനലുകളിൽ ഇൻ്റർവ്യൂ നൽകിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറേയധികം സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത് കൊണ്ടോ കാര്യമില്ല. കാരണം നന്മയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാവും, സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയും. പക്ഷേ സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവരെ നിങ്ങളെ വിമർശിക്കുന്നവരായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് മനസ്സിലാക്കുക. സുഖിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഒരു ചിരിയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമോ നേടാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ വിമർശിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ നാടിൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പോലെ കഴിവുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും നിങ്ങളെ വിമർശിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും ചോയ്സ് സ്കൂളിൽ നല്ലൊരു സ്കൂളാണ്, അതിനകത്തൊരു സംശയമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ റോജിയുടെ ശത്രുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം, ചോയ്സ് സ്കൂളിലെ അഡ്മിഷൻ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ചോയ്സ് സ്കൂളിൽ തന്നെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് റോജി ഇത്രയും കുട്ടികളുമായിട്ട് നിയമസഭയിൽ എത്തിയതെന്നൊക്കെ. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അതുകൂടാണ്ട് അവരുടെ പേരൻസ് ഒരു പക്ഷേ വീട്ടിൽ തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്, അവർക്ക് മലയാളം കുറച്ച് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളിലെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അവർക്കും അവകാശങ്ങളുണ്ട്. അതേപോലെ തന്നെ അവകാശങ്ങളുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിയമസഭാ മന്ദിരം ഒന്ന് കാണാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലുള്ള ഈ കുട്ടികൾ. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കെയർ ഓഫിൽ വരുന്നതല്ല, അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ്. എങ്കിൽ തന്നെയും ആ സ്കൂളുകളെയും കൂടി ഒന്ന് പരിഗണിക്കണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളൂ.